3 സെയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൗൺസിലർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പുതിയൊരു കൗൺസിലർ എടുത്ത് ഏകദേശം 2 ആഴ്ച ആയിട്ടുള്ളൂ. 2 ആഴ്ചനെ കൊണ്ട് ഒരു 3 സെയിലാക്കി. അൺബിലീവബിൾ. ഓക്കെ, കാരണം ട്രെയിനിങ് സമയത്ത് തന്നെ 3 സെയിലാക്കി. ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. ഇവിടുന്ന് വന്ന് നമ്മളെ ട്രെയിനിങ്ങും കാര്യങ്ങളും കണ്ട് കിട്ടിയാണ്. അപ്പോൾ നമുക്ക് ഓർക്കുള്ള ചെറിയൊരു റെക്കഗ്നേഷൻ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്താക്കാം, കോൺഫറൻസ് റൂമിലേക്ക് പോവാം. ഹലോ ഗൈസ്, സ്കിൽ ഫ്ലൈയിലേക്കുള്ള നെക്സ്റ്റ് ബാച്ചിൻ്റെ ഏകദേശം സമയമായി. ഓക്കെ, ഈ മാസം ലാസ്റ്റാണ് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് എടുത്ത ആളാണ് നമ്മൾ പുതിയതായിട്ട് കൗൺസിലർ. ഓക്കെ, ഏകദേശം ഒരു 2 ആഴ്ച അല്ലേ, ഒരു 15 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ 2 ആഴ്ചനെ കൊണ്ട് തന്നെ ഏകദേശം ഒരു 3 സെയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൗൺസിലർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്താ ഇപ്പോൾ പറയാനുള്ളത്? അടിപൊളി, സൂപ്പർ. ഇനീഷ്യലി നമ്മൾ ഈ ഹൈബ്രിഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുട്ടിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അഡീഷണലി വേറെ കൗൺസിലേഴ്സിന്റെ ആയിട്ട് വേറെ സ്റ്റുഡൻസും ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബാച്ചോട് കൂടി നല്ല സ്റ്റുഡൻസ് എൻറോൾമെന്റ് പ്രതീക്ഷിക്കട്ടെ. അപ്പൊ നമുക്ക് ഓരോന്ന് വിളിക്കാം. ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ്. എനിക്കിവിടെ വന്നപ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. മറ്റുള്ള കമ്പനിയിൽ നോക്കി വെക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരെയും ചായ കുടിച്ചിട്ട് വരാം. അപ്പൊ കൗൺസിലർക്ക് ഒരു സന്തോഷമാവും.